പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി അനന്തപുരി വീട്ടിലേക്ക് വന്നതിന് ശേഷം അനാമികയുടെ മുറിയിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അവർക്കുള്ള ചായയുമായിട്ട് ദേവയാനി ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. ദേവയാനി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, അമ്മ ഒന്ന് പതുക്കെ പറ, വല്യമ്മ വരുന്നുണ്ട്, വല്യമ്മ എങ്ങാനോ കേട്ടാളുണ്ടല്ലോ എന്ന് പറയാട്ടോ അനാമിക. എന്നാൽ അനാമികയുടെ സംസാരമെല്ലാം തന്നെ ദേവയാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രേവതിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഇവരെന്തോ ആരുടെ കുറ്റം പറയാനല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ മറഞ്ഞു നിൽക്കും. ഇവരാരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്ന് കേൾക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ദേവേനി അവരറിയാതെ ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്. അനാമിക ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ വല്യമ്മക്ക് കരൾ കൊടുത്തത് ആ നയനയല്ലേ, അതുകൊണ്ടാണ് വല്യമ്മ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്നാലും ദേവേച്ചി മരുമകളെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം നമ്മളല്ലേ മോളെ, നമ്മളല്ലേ ആ പാലിൽ പൊടി കലർത്തിയത്, അതുകൊണ്ടല്ലേ ദേവേച്ചിക്ക് മരുമകളെ സ്നേഹിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുത്തത് എന്ന് പറയും. എന്നാൽ ഈ ഒരു സത്യം അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടതോടുകൂടെ തന്നെ ദേവേനി ആകെ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അതേ അമ്മേ, നയനയ്ക്ക് ഈ വീട്ടിലെ മഹാറാണി പട്ടം കിട്ടിയത് ഞാൻ ആ പാലിൽ പൊടി കലർത്തിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ വല്യമ്മയുടെ കരളും പോവില്ലായിരുന്നു, വല്യമ്മ എന്നെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ പണ്ടത്തെ പോലെ തന്നെ വല്യമ്മ അവളെ വെറുത്ത് ജീവിക്കുമായിരുന്നില്ലേ. ഇപ്പം എന്താ സംഭവിച്ചത്, അവൾക്ക് ഈ വീട്ടിൽ രാജയോഗമല്ലേ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അനാമിക. അമ്മേ ഇനി എനിക്കെന്നാണ് അമ്മേ ഇങ്ങനൊരു മഹാഭാഗ്യം സംഭവിക്കാന്നൊക്കെ ചോദിക്കാണ് അനാമിക. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, എടി ഞാനും വേണുവേട്ടനും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു കരൾ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് ബ്ലഡ് എങ്കിലും നിന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. ഇപ്പം ദേവേച്ചിയുടെ കാര്യം വിട്ടേക്ക്, ആ സ്ഥാനത്ത് നിന്റെ അമ്മായിയമ്മയാണെങ്കിൽ നീ എന്താ അവരെ പോയി സഹായിക്കുമായിരുന്നോ ചോദിക്കും. എന്നാൽ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ദേവേനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതാണ് പറ്റിയ സമയം. ഇത് ഞാൻ നേരിട്ട് ജാനകിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവളുടെ തനിനിരം ജാനകിക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കട്ടെ ദേവയാനി. ദേവേനി പെട്ടെന്ന് തന്നെ ജാനകി പോയി വിളിക്കുന്നുണ്ട്, എടി ജാനകി നീ ഇവിടെ വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്ന സമയത്തിന് ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മരുമകളെ എനിക്ക് ലിവർ നഷ്ടപ്പെട്ടപ്പോൾ അത് തന്ന് സഹായിച്ചു. ഈ ഒരവസ്ഥ ജാനകിക്കാണ് സംഭവിച്ചതെങ്കിൽ ജാനകിയുടെ മരുമകൾ സ്വന്തം കരൾ പകുത്തു നൽകിയിട്ട് ജാനകിയെ സഹായിക്കുമായിരുന്നു എന്ന് ചോദിക്കും. എന്താ അങ്ങനെ തോന്നുന്നുണ്ടോ ജാനകിക്ക് എന്നിങ്ങനെ ദേവേനി ചോദിക്കുന്ന സമയത്തിന് ജാനകി ഒരു നിമിഷം അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, ഇതെന്തൊരു ചോദ്യമാണ് ഏട്ടത്തി, ഏട്ടത്തിയുടെ മരുമകൾ നയന മാത്രമാണോ ഈ ലോകത്ത് പുണ്യപ്രവൃത്തി ചെയ്ത് നടക്കുന്നത്? എൻ്റെ മോൾ അനാമികയെ കുറിച്ചിട്ട് ഏട്ടത്തി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഏട്ടത്തിയുടെ മരുമകൾ നയനേക്കാൾ പുണ്യവതിയാണ് എൻ്റെ അനാമിക മോള്. ഏട്ടത്തിയുടെ സ്ഥാനത്ത് എനിക്കാണ് കരളിന് തകരാറ് പറ്റിയതെങ്കിൽ എൻ്റെ അനാമിക മോള് വന്നിട്ട് അവളുടെ 2 കരളും വേണമെങ്കിൽ എനിക്ക് പറിച്ചു തന്നേനെ. അത്രമാത്രം എൻ്റെ അനാമിക മോളിനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ ജാനകി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ദേവേനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല ജാനകിയോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജാനകി എൻ്റെ കൂടെ എന്ന് വാ, അനാമിക നിനക്ക് കരൾ പോയിട്ട് എന്തൊക്കെയാണ് തരുന്നത് എന്ന കാര്യം ഞാൻ നിനക്ക് നേരിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ദേവേനെ നേരെ ജാനകിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അനാമിയുടെ മുറിയുടെ ഡോറിൻ്റെ അവിടെ എത്തിയ ഉടനെ തന്നെ ദേവേനി പറഞ്ഞിട്ട്, ഇനി നീ ഒരക്ഷരം മിണ്ടരുത് ജാനകി, അനാമികയും അവളുടെ അമ്മയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നീ നേരിട്ട് കേട്ടോളണം എന്ന് പറയും. ഈ സമയത്തിന് ജാനകിക്ക് ദേഷ്യം വരട്ടെ. ജാനകി ചോദിക്കുന്നതിന്, എന്നാലും എൻ്റെ ഏട്ടത്തി മറ്റുള്ളവരുടെ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ കേൾക്കുന്ന സ്വഭാവം ഏട്ടത്തിക്ക് എപ്പോഴാണ് തോന്നിയത് എന്ന് ചോദിക്കും. ഇതത്ര നല്ല സ്വഭാവമൊന്നല്ല ഏട്ടത്തി, അല്ലെങ്കിലും ആ നയനയുടെ കരളല്ലേ ഏട്ടത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഏട്ടത്തി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, ഏതായാലും അവളുടെ സ്വഭാവം തന്നെയാണല്ലോ ഇപ്പോൾ ഏട്ടത്തിക്ക് പഠിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തട്ടെ ജാനകി. അപ്പോൾ ദേവേനെ പറഞ്ഞിട്ട്, ഏതായാലും ഇതുവരെ വന്നതല്ലേ, ഇനി ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ രേവതിയും അനാമികയും അവിടെ നിന്നിങ്ങനെ സംസാരിക്കാട്ടോ. അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മ ചോദിച്ചല്ലോ അനിയുടെ അമ്മക്ക് ഞാൻ ലിവർ കൊടുക്കുമോ എന്ന്, ഈ അനാമിക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അമ്മ ഞാൻ ഈ വീട്ടിലേക്ക് കയറി കൂടിയത്? നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമെല്ലാം തന്നെ എന്താ അമ്മ മറന്നുപോയോ? അതിനിടയിലാണ് ഞാൻ ആ ജാനകി എന്ന് പറയുന്നവൾക്ക് കരൾ കൊടുക്കുന്നത്. ആ തള്ളക്ക് കരൾ പോയിട്ട് ഒരു തുള്ളി രക്തം പോലും ഈ അനാമിക കൊടുക്കില്ലാമെന്നൊക്കെ പറയും. എന്നാൽ അനാമികയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ജാനകിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടോടെ നിൽക്കുന്ന സമയത്തിന് ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവും. ഇതേ സമയത്തിന് രേവതി ചോദിക്കുന്നത്, അല്ല മോളെ, ഈ വീട്ടിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാളല്ലേ ജാനകി, അപ്പോൾ ആ ജാനകിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് അവളെ സഹായിക്കേണ്ടത് മരുമോളായ നിന്റെ കടമയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, എൻ്റെ പൊന്നമ്മേ, ആ നയനെ അമ്മായിയമ്മയെ സഹായിച്ചത് അവരുടെ കയ്യിലുള്ള കോടികളെല്ലാം കണ്ടിട്ടല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് കരൾ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് വലിയ സീനില്ല. എന്നാൽ അനിയുടെ തള്ളയുടെ കാര്യം അങ്ങനെയാണോ? കാൽ കാശിന് ഗതിയില്ലാത്തവളാണ് ഈ ജാനകി എന്ന് പറയുന്നവള്. അവരിനി കരൾ കിട്ടാതെ ചത്താലും ശരി, എനിക്കതൊന്നും യാതൊരു പ്രശ്നവുമല്ല. അല്ലെങ്കിലും അനി എന്ന് പറയുന്നവനെ പ്രസവിച്ച ആ തള്ളക്ക് ഇങ്ങനെ തന്നെ കിട്ടണം.
എന്നാൽ അനാമിക ഇത്ര മോശ രീതിയിലൊക്കെ ജാനകി ഇങ്ങനെ ചിത്രീകരിക്കുന്നതെല്ലാം കേട്ടിട്ട് ജാനകിക്ക് ഭയങ്കര അങ്ങ് സങ്കടം വന്നിട്ട് ജാനകി അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങും. എന്നിട്ട് ജാനകി ഇങ്ങനെ ആ ദേവേനോട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. എന്നിട്ട് പോലും അവൾ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? ഇതേതായാലും ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇത് അവളോട് നേരിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ജാനകി. അങ്ങനെ ജാനകി നേരെ അനാമികയുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് ദേവേനി അവരെ തടഞ്ഞു നിർത്തും. ദേവേനി പറഞ്ഞിട്ട്, ഇപ്പം ഏതായാലും അതിനുള്ള സമയമായിട്ടുള്ള ജാനകി, നീ ഏതായാലും ഇപ്പം അനാമികയോട് രേവതിയോട് സ്നേഹത്തോടെ പെരുമാറിയേ പറ്റൂ. അവരെ പറ്റിയിട്ടുള്ള യഥാർത്ഥ മുഖം ഇനിയും പുറത്തു വരാനുണ്ട്. ഇവരെ പറ്റിയിട്ട് ഇത്രമാത്രം കാര്യം മാത്രമല്ലേ ജാനകി അറിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കഥകളും കൂടി ഞാൻ നിനക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം മരുമകളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ മതി. ഇപ്പം നീ ഏതായാലും അവളുടെ പ്രിയപ്പെട്ട അമ്മായിമ്മ മാത്രമാണെന്നൊക്കെ പറയട്ടോ ദേവയാനി. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം നീ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നീ സ്നേഹമുള്ള അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചേ പറ്റൂ ജാനകി എന്നിങ്ങനെ ദേവയാനി ഇവരോട് പറയുന്ന സമയത്ത് തന്നെ ജാനകി പറഞ്ഞിട്ട്, അതിന് ഇനി എനിക്ക് അതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഏട്ടത്തി. എന്താണെങ്കിലും എൻ്റെ അനിയെ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും അഭിനയിച്ചോളാമെന്നും സമ്മതിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ജാനകി കിച്ചണിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് അനാമിക ജാനകിയെ തിരക്കിയിട്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ജാനകിയുടെ മുഖമെല്ലാം കാണുന്ന സമയത്തിന് അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖത്തൊരു സങ്കടം പോലെ? അമ്മയ്ക്ക് എന്താ അമ്മയെ സുഖമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറഞ്ഞിട്ട്, ഇല്ല മോളെ, എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് നല്ല ക്ഷീണം. ഇനി ഏട്ടത്തീരെ പോലെ തന്നെ എൻ്റെ ലിവറും കേടായിപ്പോയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയും. അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മോൾ എന്നെ സഹായിക്കില്ലേ എന്നിങ്ങനെ ജാനകി ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്ന് അനാമികക്ക് ഒരു ഷോക്കായിരിക്കും. എന്നിട്ട് വീണ്ടും ജാനകി ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, അങ്ങനെ സഹായിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ എൻ്റെ കരൾ ഒരിക്കലും അമ്മക്ക് തരാൻ പറ്റില്ലല്ലോ. എൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് വേറെയല്ലേ. അപ്പോൾ എൻ്റെ കരൾ ഒരിക്കലും അമ്മക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാട്ടോ അനാമിക. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ജാനകിക്ക് ദേഷ്യം വരാണ്ട് ജാനകി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, എടി, തൽക്കാലം നിന്റെ അടവ് രക്ഷപ്പെട്ടു. ഏതായാലും നിന്റെ തനി സ്വഭാവം ഞാൻ എല്ലാവരെയും മുന്നിൽ അറിയിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്താണെങ്കിലും കുറ്റബോധത്തോടു കൂടെ തന്നെ ജാനകി നേരെ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നയന മോളെ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ അനാമികയെ കണ്ടുമുട്ടിയതു മുതൽ എൻ്റെ സ്വഭാവത്തിൽ ഓരോ മാറ്റങ്ങൾ വന്നിട്ട് മോളെ വെറുക്കാൻ തുടങ്ങിയതാ. അവൾക്ക് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ മോളെ തള്ളി പറഞ്ഞു. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനാമിക എന്ന് പറയുന്ന ആ മൂദേവി കാരണം എൻ്റെ മോൻ്റെ ജീവിതം പോലും ഇപ്പോൾ കുട്ടിച്ചോറായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ജാനകി ഇങ്ങനെ നയനയുടെ മുന്നിൽ അങ്ങ് പൊട്ടിക്കരയും. ജാനകിയുടെ സങ്കടമെല്ലാം കാണുന്ന സമയത്തിന് നയന പറഞ്ഞിട്ട്, അല്ലെങ്കിലും ചെറിയമ്മയോട് എനിക്ക് യാതൊരുവിധ സങ്കടവുമില്ല. അനാമികയുടെ വലയിൽ അനി പെട്ടുപോയി എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോഴെങ്കിലും ചെറിയമ്മയ്ക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അനിയെ ഈ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയേ മതിയാവൂ. അവൾ അങ്ങനെ വെറുതെ വെറും കൈയോടെ ഈ വീട്ടിൽ നിന്നും പോകുന്നവളൊന്നുമല്ല എന്ന് പറയുന്നത് കേട്ടോ നയന. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അനാമികയെ തേടിക്കൊണ്ടതിന് അനാമികയ്ക്ക് ഒരു പാർസൽ വരുന്നുണ്ട്. എന്നാൽ ആ ഒരു കൊറിയർ ആരാണ് അയച്ചത് എന്നതിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും തന്നെ അതിൽ കാണുന്നില്ല. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് അനി വന്ന് ചോദിക്കുന്നുണ്ട്, എടി, ആരാണ് നിനക്ക് ഈ പാർസൽ കൊടുത്തയച്ചേക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അതെങ്ങനെ എനിക്കറിയുന്നത്? ഇതിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴല്ലേ ഇത് കാണുന്നത്. എനിക്ക് ഏതായാലും പ്രത്യേകിച്ച് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല, അതിന് നീ സംശയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കും അനാമിക. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജാനകിയോടായിട്ട് അനി പറഞ്ഞിട്ട്, അമ്മേ, എനിക്ക് നല്ല സംശയമുണ്ട്. അനാമികയ്ക്ക് ഈ പാർസൽ അയച്ചിരിക്കുന്നത് അവളുടെ ബോയ് ഫ്രണ്ടാണോ എന്ന കാര്യമെന്ന് പറയൂ. എടി, അതിങ്ങ് താടി, ഇതിനകത്ത് എന്താണെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് തന്നെ അനി അതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തിന് അതിൽ വില കൂടിയ സാരിയായിരിക്കും. എന്നാൽ ആ ഒരു സാരി കാണുന്ന സമയത്തിന് അനാമിക ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇതും കണ്ടോണ്ട് വരുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, ആരാണ് അനാമിക നിന്റെ പേരിൽ ഇത്രമാത്രം വില കൂടിയ സാരി അയച്ചു തന്നിരിക്കുന്നത്? ഇതാരാണ് എന്ന കാര്യം നീ പറഞ്ഞേ മതിയാവൂ എന്നൊക്കെ പറയും. ഇങ്ങനെ ഇത്ര വില കൂടിയ സമ്മാന പൊതികൾ കൊടുത്തയക്കാൻ മാത്രം നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി. അപ്പോൾ അനി പറഞ്ഞിട്ട്, വല്യമ്മേ, ഇത് ഇവളുടെ ആൺസുഹൃത്തുക്കൾ ഇവൾക്ക് അയച്ചത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇവളിങ്ങനെ ഒന്നും മിണ്ടാത്ത പരിങ്ങി നിൽക്കുന്നത്. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് നവ്യ പറഞ്ഞിട്ട്, ഇത്ര കാലം അനിയും നന്ദുവും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അനാമികക്കായിരുന്നില്ലേ പ്രശ്നമുണ്ടായിരുന്നത്? അനിയുടെ കാമുകിയാണ് നന്ദു എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അനിയെ ഇവൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും ഇവൾക്കാണ് കാമുകന്മാരുള്ളത്. എന്താണെങ്കിലും വഴിയെ തന്നെ ഇവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിക്കോളുന്നിങ്ങനെ നവ്യെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് അനാമികക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ അനാമിക ദേഷ്യത്തോടു കൂടെ തന്നെ നവ്യോട് പറഞ്ഞിട്ട്, എടി, നീ ഇങ്ങനെ അനാവശ്യമൊന്നും വിളിച്ച് പറയരുത്. നീ ഗർഭിണിയാണ് എന്ന കാര്യം പോലും ഞാൻ നോക്കില്ല. ഇതെനിക്ക് എൻ്റെ ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചതായിരിക്കും. എനിക്ക് നിന്നെപ്പോലെ ഒരുപാടധികം ആൺസുഹൃത്തുക്കളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ നവ്യ പറയുന്നതും കേട്ടിട്ട് ആരും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് തന്നെ അനാമിക നേരെ ബെഡ്റൂമിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ അനാമികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അനാമികയെ, നിന്നെ കാണാൻ ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നായിരിക്കട്ടെ ആ ഒരു മെസ്സേജ് കണ്ടതോടുകൂടി തന്നെ അനാമിക ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്.
അനാമികക്ക് ആകെ ടെൻഷനായിക്കൊണ്ടതിന് അനാമിക നേരെ രേവതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ രേവതി പറഞ്ഞിട്ട് മോള് പേടിക്കാതിരിക്കുക, ഏതായാലും നിന്റെ ആ പഴയ കാമുകനില്ലേ അവൻ തന്നെയായിരിക്കും ഇത്. അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിച്ചതായിരുന്നില്ലേ മോളെ, എന്നിട്ടല്ലേ നീ അനിയെ കല്യാണം കഴിച്ചത്? അല്ല പിന്നെ വീണ്ടും എന്തിനാ അവൻ നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്? അപ്പോൾ അനാമിക പറഞ്ഞിട്ട് എനിക്കറിയില്ലമ്മേ, ഞാൻ ആരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ അനി എന്ന് പറയുന്നവൻ എന്നെ ആത്മാർത്ഥമായിട്ടൊന്നും സ്നേഹിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ലല്ലോ, ഇവനൊരു കാലത്ത് എന്നെ ഒരുപാട് കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവനല്ലേ. ഇത്രമാത്രം വില കൂടിയ സാരിയൊക്കെ അവൻ എനിക്ക് കൊടുത്തയക്കണമെങ്കിൽ അവൻ അത്രമാത്രം പണക്കാരനായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അനിയുടെ കയ്യിൽ ഒരുപാടധികം ക്യാഷ് കണ്ടതുകൊണ്ട് മാത്രമല്ലേ ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ട് അനിയെ സ്വീകരിച്ചത്. എന്നിട്ട് അനിയെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരുവിധ നേട്ടവും കിട്ടില്ല. ഇപ്പോൾ അതെല്ലാം വെറുതെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമിക സ്വയം പരാതി പറയാണ്. എന്നാൽ അനാമികയുടെ ഫോൺ കോളെല്ലാം തന്നെ ദേവേനെ അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. രേവതി ചോദിക്കുന്നതിൻ്റെ മോളെ, അനന്തപുരി വീട്ടിലെങ്ങാനും ഈ കാര്യം പറഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവനുമായിട്ട് നിനക്കൊരു ബന്ധവും വേണ്ട മോളെ. അല്ല അവൻ നാട്ടിലില്ലോ, അവനിപ്പോൾ വിദേശത്തിലേന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അതെ അമ്മേ അവൻ നാട്ടിലില്ല, പക്ഷേ ഉടനെ തന്നെ അവൻ നാട്ടിലേക്ക് വരുമെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്വത്തും പണവും സമ്പാദ്യമെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അനിയെ വിവാഹം കഴിച്ചത്. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം അനി എന്നെ സ്നേഹിക്കാത്തടത്തോളം കാലം ഇവിടെ നിന്നും ഒരു തരി സ്വത്ത് പോലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലമ്മേ എന്ന് പറയും. അതുകൊണ്ട് തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ നാട്ടിലേക്ക് വന്നാൽ പോലും അമ്മ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ലമ്മേ, ഞാൻ എന്തായാലും അവനെ പോയി കാണും. ആ അനി എന്ന് പറയുന്നവൻ എപ്പോഴും അവൻ്റെ കാമുകിയായിട്ടുള്ള നന്ദുവിൻ്റെ കൂടെ ചുറ്റി നടക്കാറില്ലേ, അവൻക്ക് എപ്പോഴും അവൻ്റെ കാമുകിയെ വിളിച്ചിങ്ങനെ എങ്ങോട്ടെങ്കിലും കറങ്ങി അടിച്ച് നടക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ കാമുകിനെ വിളിച്ചു എങ്ങോട്ടെങ്കിലും ചുറ്റി നടന്നുകൂടാ? എന്നാൽ അനാമികയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, മോൾ അതൊക്കെ വിട്ടുകള, അനി ഇപ്പം നിന്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് മോള് കുറച്ചെങ്കിലും അവനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. മോളെ നീ വേണ്ടാത്ത പണിയൊന്നും കാണിച്ചു വെക്കല്ലേ, എങ്ങനെയെങ്കിലൊക്കെ നീ അനന്തപുരിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്ക്, എന്നിട്ട് അനന്തപുരിയിലെ കുറച്ചധികം സ്വത്തുകൾ നമ്മുടെ കൈകളിൽ എത്തിക്കോട്ടെ, അതിനുശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോള് ചെയ്തോ. ഇപ്പം നീ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ പിടിച്ചു നിൽക്ക്, നീ ഇപ്പം അനിയെ കല്യാണം കഴിച്ചു പോയില്ലേ, അവൻ നിന്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഫോൺ കട്ട് ചെയ്യും. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ദേവയാനിക്കത് വല്ലാത്ത ഷോക്കായിരിക്കും. ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ വെറുതെ അല്ല ഇവൾ അനിയെ സ്നേഹിക്കാത്തത്, ഇവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയല്ല, ഇവൾക്ക് മറ്റൊരു കാമുകനുണ്ടല്ലേ. ഏതായാലും ഈ ഒരു കാര്യം ജാനകിയെ അറിയിച്ചേ പറ്റൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവയാനി നേരെ ജാനകിയെ വന്ന് കാണും. എന്നിട്ട് ദേവയാനി കേട്ട കാര്യങ്ങളെല്ലാം തന്നെ ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ജാനകിയുടെ മനസ്സ് തന്നെ അങ്ങ് തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ജാനകി കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ എൻ്റെ മോൻ്റെ കൂടെ അവൾ ഭാര്യയായിട്ട് ജീവിക്കുന്നത്? എന്താ ഏട്ടത്തി പറയുന്നത്? ഏതവനാണ് അവൻ? അവനെ ഇപ്പം തന്നെ എനിക്ക് കാണണം. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ മാത്രം അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ദേവേനി ജാനകി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും അനാമികയെ നമുക്കിട്ടൊരു പാഠം പഠിപ്പിക്കാം, അതുവരേക്കും ജാനകി ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വച്ചേ പറ്റൂ എന്നൊക്കെ പറയട്ടോ ദേവയാനി. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജാനകി പോയിട്ട് ജ്വല്ലറിയിൽ നിന്ന് നല്ലൊരു ഗോൾഡൻ ചെയിനൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ട്. എന്നാൽ നല്ല ഭംഗിയുള്ള ആ ഒരു ഡിസൈൻ ചെയിൻ കാണുന്ന സമയത്തിന് അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എന്നിട്ട് അനാമിക വന്ന് ചോദിക്കുന്നുണ്ട്, ഹായ് നല്ല ഭംഗിയുള്ള മാല, അമ്മേ ഇതാർക്കാണ് അമ്മേ എന്ന് ചോദിക്കും. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, മോളെ ഇത് സർപ്രൈസാണ്, ഇതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, അവിടെ ചെന്നതിന് ശേഷമേ ഞാനിത് കൊടുക്കുള്ളൂ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് ശരിക്കും അമ്മ തനിക്ക് തന്നെ തരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നെ അനാമിക പറഞ്ഞിട്ട്, എല്ലാം എനിക്ക് മനസ്സിലായി, അമ്മ എന്നോട് തുറന്നു പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനും അമ്മയുടെ കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക റെഡിയാകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ അനാമിക റൂമിലേക്ക് ചെന്നതിന് ശേഷം രേവതിയോട് പറഞ്ഞിട്ട്, അമ്മ ഒരു കാര്യം അറിഞ്ഞോ, അനിയുടെ അമ്മ എനിക്കൊരു നല്ലൊരു ഗോൾഡൻ ചെയിൻ തരാൻ പോവാണ്. ആ നവ്യയും നയനയും കണ്ണു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചല്ല മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് സർപ്രൈസായിട്ട് തരാനാണ് പ്ലാന്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണമ്മേ, അമ്മ നല്ലൊരു സദ്യ തന്നെ തയ്യാറാക്കി വെച്ചേക്ക്, ഒരുപാട് നാൾക്ക് ശേഷമല്ലേ അനിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഗോൾഡൻ ചെയിൻ നല്ല പുതിയ ഫാഷൻ ഡിസൈനാണ്, അതൊരു 5 പവനെങ്കിലും കാണുമമ്മേ, എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക കോള് കട്ട് ചെയ്യും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് രേവതി ഭയങ്കര സന്തോഷത്തിൽ ജാനകിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ജാനകിയുടെ കൂടെ തന്നെ അനാമിക കാറിൽ കയറിയിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ രേവതി ജാനകിക്ക് വേണ്ടിയിട്ടുള്ള സദ്യയൊക്കെ ഒരുക്കിയിട്ട് അവരെ ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും. എന്നാൽ കുറേ സമയമായിട്ടും അനാമികയും ജാനകിയും അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് തന്നെ വേണുവും രേവതിയും ആകെ ടെൻഷനിലായിരിക്കും. എന്നാൽ ജാനകി ഇതേ സമയത്ത് അനാമികയുടെ വീട്ടിലൊന്നും കയറാതെ അവിടെ നിന്ന് നേരെ പോകുന്നത് നയനയുടെ വീട്ടിലേക്കായിരിക്കും. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടിട്ട് അനാമികക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണിയെ കാണിച്ചത്, അമ്മ എന്താ എൻ്റെ വീട്ടിലൊന്നും കയറാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നാൽ ജാനകി അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ നയനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അതിനുശേഷം നന്ദുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ജാനകി പറഞ്ഞിട്ട്, മോൾ SI ആദ്യത് ചെറിയ കാര്യമൊന്നുമല്ല,
ഈ ഒരു കാര്യം മോള് വീട്ടിൽ വന്ന് പറയാനൊരുങ്ങിയപ്പോൾ മോള് ഞാൻ ആട്ടിപ്പായിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ചെയ്തത്. എന്താണെങ്കിലും ഞാൻ മോളോട് അന്ന് അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ മോൾ എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി നിന്റെ വില എന്താണെന്ന്. ഏതായാലും അന്ന് ഞാൻ മോളെ ആട്ടിപ്പായിച്ചത് കൊണ്ട് എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് മോളെ. ഇത് ഞാൻ മോൾക്ക് സമ്മാനമായി വാങ്ങിച്ചൊരു ചെയിനാണ്. ഇത് മോൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ചെയിനായത് കൊണ്ട് തന്നെ ഇത് ഞാൻ മോളുടെ കഴുത്തിൽ അണിയിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ആ മാല നന്ദുവിൻ്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജാനകി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഒട്ടും സഹിക്കാൻ കഴിയാത്ത മനസ്സങ്ങ് തകർന്നു പോവാണ് അനാമികയുടെ. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അനാമിക നല്ല രീതിയിൽ തന്നെ ജാനകിയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കും. അമ്മ എന്ത് വൃത്തികെട്ട പണിയാണ് ഈ കാണിച്ചത്. നമ്മൾ രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് ആ മുട്ടച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുതിയ മോഡലുള്ള ഫാഷൻ ഡിസൈനുള്ള ആ ഒരു 5 പവൻ്റെ ചെയിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. മരുമകളായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എങ്ങനെ തോന്നി ചെയിനൊക്കെ വാങ്ങിച്ചിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ? അപ്പോൾ ജാനകി പറഞ്ഞിട്ട് മിണ്ടി പോവരുത് നീ, അവളൊരു SI ആണ്, അതിൻ്റെ ബഹുമാനം നീ അവൾക്ക് കൊടുത്തേ പറ്റൂ. നിന്നെക്കുറിച്ച് എല്ലാം എനിക്ക് മനസ്സിലായിടി. നീ എന്താ പറഞ്ഞത്? ഞാൻ കാൽ കാശിന് ഗതിയില്ലാത്തവളാണെന്നോ? അങ്ങനെയുള്ള എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് സ്വർണം വേണമല്ലേടി? എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ പ്രിയപ്പെട്ട മരുമകളായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കുമായിരുന്നല്ലോ. ഇത്ര കാലം നീ ചേർന്നിട്ട് എന്നെ വിഡ്ഢിയാക്കി. ഇനി ഏതായാലും അതൊന്നും നടക്കില്ലടി. ഈ ജാനകി ആരാണ് എന്ന കാര്യം നീ ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. ഇനി മുതൽ ഈ വീട്ടിലെ അടുക്കളയിൽ മാത്രമായിരിക്കും നിന്റെ സ്ഥാനം. എന്തായാലും നിന്റെ ഈ ചതിയൊന്നും എന്നോട് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി നേരെ അനാമികയുടെ അടുത്തേക്ക് വന്നിട്ട് കരഞ്ഞിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കണേ. എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. എടി, നിന്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടൊന്നും നിനക്ക് മതിയായില്ലേടി? നിനക്ക് നിന്റെ അമ്മായിമ്മയെ പറ്റിക്കാം, പക്ഷേ എന്നെ പറ്റിക്കാമെന്നൊന്നും നീ നോക്കണ്ട. നീ കാരണം മാത്രമാണ് എൻ്റെ മരുമകളിലെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിന്നെ പോലീസ് സ്റ്റേഷനിലും കയറ്റാത്തത്. അതെൻ്റെ ഒരു ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇനിയുള്ള കാര്യം ഈ വീട്ടിലങ്ങ് കഴിഞ്ഞോളണം. അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അനി നിന്റെ കഴുത്തിൽ കെട്ടിയ താലയുണ്ടല്ലോ അതങ്ങ് പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോടി. എന്നാൽ ദേവേനയുടെ സംസാരം കേൾക്കുന്ന സമയത്തിന് ദേവേനെ ജാനകിയും തന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.